കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി കാഷ്വാലിറ്റി കെട്ടിടത്തിൽ വീണ്ടും തീപിടുത്തവും പുകയും. 6-ാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്റർ ഷോർട്ട് സർക്യൂട്ടിൽ പൂർണ്ണമായും കത്തി നശിച്ചു. കാഷ്വാലിറ്റിയിലെ UPS റൂം പൊട്ടിത്തെറിച്ച് നശിച്ചതിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീണ്ടും തീപിടുത്തമുണ്ടായത്. പുക ഉയർന്നതോടെ ജീവനും കൊണ്ട് ഭയന്നോടിയെന്ന് രോഗികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഭയങ്കര സ്മെല്ല് വന്നു. സൈറൺ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് സിസ്റ്റർ എടുത്തും പറഞ്ഞ്, അപ്പോൾ പിന്നെ എല്ലാം പാക്ക് ചെയ്ത് അവരും ആരോ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാ. കൈ കിട്ടിയതും കൊണ്ട് ഓടി. എനിക്ക് ഓരോ സ്കാനിങ്ങും അതും ഇതൊക്കെ അതിനൊക്കെ വേണ്ടി ഓട്ടായിരുന്നു. ഓടി കയറി വരുമ്പോഴാണ് മുഴങ്ങുന്നാണ്ടത്. അപ്പോൾ ഞാൻ സിസ്റ്റർ എടുത്ത് പറയുകയും ചെയ്ത് അപ്പം തന്നെ എല്ലാം പാക്കാക്കി താഴെ ഓടുകയായിരുന്നു. അതെ, അലാറം. സൈറൺ ഇങ്ങനെ എന്തിനാ ഫയറിൻ്റെതല്ല, അതിന്റെ മേലെയുള്ളത്. കുറെ രോഗികളുണ്ടായിരുന്നു അവിടെ. അവിടെ ഉണ്ട്. പേടിച്ചു പോയെന്നോ? പിന്നെ ഒന്നും പേടിക്കാനില്ല. കാരണം രണ്ടാമത്തെ പാച്ചലായത്. 2 ദിവസം മുന്നേ ആണ് ഇവിടെ പാവ പിടിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടി അങ്ങ് കൊണ്ടുപോയി രാത്രി 17 പാട് കൊണ്ടാക്കി. ആടുന്ന് ഇവിടെ റെഡി ആയിക്കെന്ന് പറഞ്ഞ് ഇന്ന് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഇവിടെ പിന്നെയും പോകാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടിക്കൊടി എന്ന് പറഞ്ഞു. ജീവനല്ലേ വലുത്. കുറേ ആളുണ്ട്. കുറേ ആൾ എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞാൽ അയ്യോ കൂടി ഞാളിങ്ങോട്ട് ഓടിയതാ. ഞാളിപ്പറ ഇവിടെ വന്നു നിന്ന് കുറച്ചു നേരം. ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും കത്തി നശിച്ചെന്നാണ് സിവിൽ ഡിഫൻസ് സംഘം വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ റൂമിലാണ് തീപിടുത്തമുണ്ടായത്. 6-ാം നിലയിൽ 15-ാം നമ്പർ ഓപ്പറേഷൻ തിയേറ്റർ. അത് റൂമാണ്. അതിലുള്ള എക്യുപ്മെൻസുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. തീ കത്തിയിട്ടുണ്ടല്ലേ? കത്തിയിട്ടുണ്ട്. കത്തിയിട്ട് പിന്നെ ബെഡ് ഓപ്പറേഷൻ തിയേറ്ററിന് പിന്നെ ബെഡൊക്കെ കത്തിയിട്ടുണ്ട്. 15-ാം നമ്പർ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായിട്ട് കത്തിപ്പോയി. റൂമാണ് ഓപ്പറേഷൻ്റെ ഒരു റൂമാണ്. ആ റൂമിലുള്ള എക്യുപ്മെൻസുകളൊക്കെ ഇതായിട്ടുണ്ട്. ഇല്ല, ഇപ്പോൾ പുകയാണുള്ളത്. തീയൊക്കെ അണച്ച് കഴിഞ്ഞിട്ടുണ്ട്. തീ അണച്ചത് നിങ്ങൾ ചെന്നിട്ടാണോ? അത് നമ്മൾ സ്റ്റേഷനിൽ നിന്നുള്ള വെള്ളിമാടുകുന്ന് സ്റ്റേഷനിൽ നിന്നുള്ള ഫയർ ഉദ്യോഗസ്ഥരെ എത്തിയിരുന്നു. പിന്നെ ഈ ഫയർ സേഫ്റ്റിൻ്റെ നമ്മളെ സ്പ്രിംഗ്ലറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ബിൽഡിങ്ങിലുള്ള അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്തപ്പോൾ തീ കൺട്രോൾ ആയിരുന്നോ? പിന്നെ ഉള്ളിലേക്കുള്ളത് വർക്ക് ഇതായിട്ടില്ല. അത് വെള്ളം അടിച്ചതിൻ്റെ ശേഷമാണ് കേട്ടത്. പുറമേ ഉള്ളതൊക്കെ സ്പ്രിംഗ്ലർ വഴി തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ പുക ഉയർന്നെന്ന് മാത്രമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. അത് ഞങ്ങൾ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ ഡീറ്റെയിൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇന്ന് മുതൽ നോക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഓരോ പവർ പോയിൻറ്റും പ്ലഗും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെറിയ കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്പാർക്ക് പോലെ വന്നു. അപ്പോൾ തന്നെ ഫയർഫോഴ്സൊക്കെ ഇവിടെയുണ്ട്, പോലീസ് ഓഫീഷ്യൽസ് എല്ലാം ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല, പേഷ്യൻ ഷിഫ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. തുടർച്ചയായി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. BJP പ്രവർത്തകരും രംഗത്തെത്തി. മുബഷീറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ P. അക്ബർ, തുടർച്ചയായി 2-ാം വട്ടവും മെഡിക്കൽ കോളേജിൽ തീപിടിക്കുകയാണ്. എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? എന്നാൽ തീപിടുത്തം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. ഡോക്ടർ അരുൺകുമാർ, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കാഷ്വാലിറ്റി കെട്ടിടത്തിൽ നിന്നും പുക ഉയർന്ന പശ്ചാത്തലത്തിൽ അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് വീണ്ടും കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് ഇന്ന് വീണ്ടും സമാനമായിട്ട് ആ ഒരു മേഖലയിൽ നിന്നും പുക ഉയരുകയും തീപിടുത്തമുണ്ടാകുകയും ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 2:15 കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. കാഷ്വാലിറ്റി കെട്ടിടത്തിലെ 6-ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ 15-ാം നമ്പർ മുറിയിൽ നിന്നാണ് പുക ആദ്യഘട്ടത്തിൽ ഉയരുന്നത്. പിന്നീട് തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. തൊട്ടു താഴെ 4-ാം നിലയിലും 3-ാം നിലയിലും ഉൾപ്പെടെ 30ഓളം രോഗികൾ ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നത്. അവരെ ഉടനെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. പുക ഉയർന്നതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള തീപിടുത്തവും ആ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ബെഡുകളുടെ ഒരു ഭാഗത്തൊക്കെ തന്നെ തീ പിടിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പുക ഉയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്ന അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും, പൂർണ്ണമായിട്ടും സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷമേ രോഗികളെ അങ്ങോട്ടേക്ക് എത്തിക്കൂ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സമാനമായിട്ടുള്ള വിഷയമുണ്ടായ ഘട്ടത്തിലും ആ ഒരു മേഖലയിൽ രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ എത്തി പ്രതിഷേധം സംഘടിപ്പിച്ച കോൺഗ്രസും BJP ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളതാണ്. രോഗികളുടെ പ്രതികരണവും നമുക്ക് ലഭിച്ചിരുന്നു. ഭയപ്പാടോടുകൂടിയാണ് അവിടെ നിന്നും ഇറങ്ങി ഓടിയത് എന്നുള്ളതായിരുന്നു ആളുകളൊക്കെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. BJP കോൺഗ്രസ് പ്രവർത്തകർ വലിയൊരു പ്രതിഷേധവുമായി അങ്ങോട്ടേക്ക് എത്തി. MK രാഘവൻ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നൊരു കാഴ്ചയുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും പൂർണ്ണമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമഗ്രമായ മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. തീ പറന്നിട്ടില്ല, പുക മാത്രമേ ഉയർന്നിട്ടുള്ളൂ എന്ന് ആശുപത്രി അധികൃതർ, അല്ല തീ കണ്ടുവെന്ന് ഡിഫൻസ് വോളണ്ടിയർ അംഗം.